അങ്ങനെ സ്കൂളും കോളേജും പഠനവും ഒക്കെ കഴിഞ്ഞു. വിപിൻ സാർ അധ്യാപകനായി. നിറഞ്ഞ പുഞ്ചിരിയുമായി വിപിൻ സാർ ഇന്ന് കല്യാണ പന്തലിലേക്ക് പോവുകയാണ്. അതിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ട് ഞാൻ, പ്രിൻസിപ്പൽ റഫീഖ് സാർ, ഷൗക്കത്ത് സാർ, അഹമ്മദ് അലി സാർ, മുഹമ്മദ്, അതുപോലെ തന്നെ സാജ സാർ, ഞങ്ങളും അവിടെ എത്തിച്ചേർന്നു. പതിവ് പോലെ ഞങ്ങളുടെ സൗഹൃദ സംഭാഷണങ്ങൾ തുടങ്ങി ഞങ്ങൾ കാമയൂരിൽ നിന്നും കൂടത്തായിലേക്ക് യാത്രയായി. ചടങ്ങുകൾ നേരത്തെ തുടങ്ങുമെന്ന് അറിയിച്ചതിനാൽ ഞങ്ങളെല്ലാവരും വളരെ നേരത്തെ തന്നെ യാത്ര പുറപ്പെട്ടു. പക്ഷേ പോകുന്ന വഴിയിൽ പുതിയാപ്പിളയെ കുറച്ചു നേരം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നു. എന്നാലും ഹ്യൂമർ സെൻസ് ഉള്ള റഫീഖ് സാർ കൂടെ ഉള്ളതുകൊണ്ട് യാത്ര വിരസമായി തോന്നിയില്ല. കല്യാണവും ഒന്നും ആയിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് വിപിൻ സാർ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും ഒന്നും നിർബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കുമെന്നുള്ള സാറിൻ്റെ പോളിസി ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുക എന്നുള്ള സെലക്ഷൻ പ്രോസസ്സ് അത് അത്യാവശ്യം കഠിനം തന്നെയാണ്. അതിൽ ഹൈറ്റ് റെഡി ആവണം, കളർ റെഡി ആവണം, അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ റെഡി ആവണം, ഫാമിലി റെഡി ആവണം, ഡിസ്റ്റൻസ് റെഡി ആവണം, ബൈക്ക് ഓടിക്കാൻ അറിയണം, കാർ ഓടിക്കാൻ അറിയണം, ക്വാളിഫിക്കേഷൻ വേണം, അതുപോലെ തന്നെ ഫാദർ ഇല്ലോയും മദർ ഇല്ലോയും റെഡി ആവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സെലക്ഷൻ പ്രോസസ്സ് അത്യാവശ്യം കഠിനം തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ എത്തുന്ന സമയത്തായിരിക്കും ചില ആളുകൾ പോസിറ്റീവായിട്ട് കല്യാണം മുടക്കും, ചില ആൾക്കാർ നെഗറ്റീവായിട്ടും കല്യാണം മുടക്കും. മക്കളുടെ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു പാരൻസിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അത് ആർഭാടമായിട്ട് നടത്തണം, സന്തോഷമായിട്ട് നടത്തണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. പോകുന്ന വഴിയിൽ ഞങ്ങൾ പുതിയാപ്പിളയെ ഒരുപാട് നേരം കാത്തിരുന്നു. അദ്ദേഹം വരാൻ സമയമുള്ളത് കൊണ്ട് വഴിയരികിലൊക്കെ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പരിപാടിയിലേക്ക് പോയത്. അങ്ങനെ വധുവിൻ്റെ വീട്ടിലെത്തി ആർഭാടപൂർവ്വം അവർ ഞങ്ങളെ സ്വീകരിച്ചു. വിപിൻ സാറിൻ്റെ കൂടെയൊരു സെൽഫി ഞങ്ങളെല്ലാവരും കൂടിയെടുത്തു. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് അവർ സെർവ് ചെയ്തു. നല്ല അടിപൊളിയായിരുന്നു ബിരിയാണി. പിന്നെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ റിങ് എക്സ്ചേഞ്ചിങ് ആയിരുന്നു. വധു അങ്ങോട്ടും വരൻ ഇങ്ങോട്ടും റിങ് എക്സ്ചേഞ്ചിങ് നടത്തി. എല്ലാവരും അതിന് സാക്ഷിയായി. നമ്മളെ ഒരാൾ പരിപാടിക്ക് ക്ഷണിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ആ പരിപാടിയിലേക്ക് നമ്മൾ എത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം മറ്റു പലരെയും അദ്ദേഹത്തിന് ക്ഷണിക്കാനുണ്ടാകും. ഒരു പക്ഷേ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടാവുക. ഏതായാലും ജീവിതത്തിൽ മനോഹരമായ അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് നല്ല ഘടകങ്ങൾ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് അദ്ദേഹത്തിന് ഞങ്ങൾ ആശംസിക്കുന്നു. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു നാട്ടിലേക്ക് തിരിച്ചു.